വസന്തമില്ല. മോഹം വിടർത്താൻ കിനാക്കളില്ല. ഉള്ളിലമൃതം പൊഴിക്കാൻ വസന്തമില്ല. ഉള്ളിൽ ഒരു അമൃതം പൊഴിക്കാൻ ഒരു പ്രണയവസന്തം ഇല്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആ ചെറിയ ഒരു നുറുങ്ങുവട്ടം കണ്ടത് ഒരു ദീപ്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക. അത് അങ്ങനെ നമ്മൾ വിധി എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ആശ്വസിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ആശ്വസിപ്പിക്കാറുമുണ്ട്. പ്രാണവീണ തന്നോ തന്തികൾ നാദമിനിയുമുണർത്തുമോ. പ്രാണവീണ തന്നോ തന്തികൾ വിരലിൻ തുമ്പിൽ ഇനിയെന്ന് സ്പന്ദന പുണ്യം. തരിച്ച വിരലിൻ തുമ്പിൽ ഇനി എന്ന് സ്പന്ദന പുണ്യം. ഈ വിരൽത്തുമ്പിൽ നിന്നാണ്, ഈ വിരൽത്തുമ്പ് കൊണ്ടാണ് ഈ വീണയെ തൊട്ടുണർത്തിയിരുന്നത്. വീണയിൽ ഒളിച്ചു വെച്ചിരുന്ന രാഗങ്ങളൊക്കെ, ഈണങ്ങളൊക്കെ, നാദങ്ങളൊക്കെ പുറത്തെടുത്തുന്ന ഈ വിരൽത്തുമ്പുകൾ തരിച്ചു പോയിട്ട് നാളുകൾ എത്രയോ ആയി. ഇനി ഒരു പുണ്യം ഈ വിരലുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ജന്മത്തിന് ഉണ്ടാകുമോ എന്നുള്ള ആലങ്കാരികമായ ചോദ്യമാണ്. തരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന് സ്പന്ദന പുണ്യം. തരിച്ച വിരലിൻ തുമ്പിൽ, തരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന് സ്പന്ദന പുണ്യം. തരിച്ച വിരലിൻ തുമ്പിൽ, തരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന് സ്പന്ദന പുണ്യം. തരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന് സ്പന്ദന പുണ്യം. തരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന് സ്പന്ദന പുണ്യം. മനസ്സു നിറയെ മൗനരാഗങ്ങൾ, മനസ്സു നിറയെ മൗനരാഗങ്ങൾ. ഒരു രാഗത്തിൻ്റെ മൗനം, അത് ഒരു ശുഭസൂചനയാണ്. തരിച്ച വിരലുകൾക്ക് ഒരു കാളുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ രാജനാണ്, ദുബൈയിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. ഓർമ്മയുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു? അപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ട ആൾ ഈ ആഴ്ചയും കാണാനായിട്ടൊരു പ്രചോദനം കിട്ടുന്നുണ്ടല്ലേ? തീർച്ചയായും ഉണ്ടാകും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ കാര്യമാണ്. താങ്കളുടെ ഒരു ഗസൽ ചെയ്യാനുള്ള താങ്കളുടെ ഒരു പ്രത്യേക ആ പാട്ടിലും ഇതിലൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് കാണുന്നു. എന്ന് പറഞ്ഞാൽ ആ ഗസലിന്റെ വളരെ ഹൃദയകാര്യമായി, എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളിൽ തട്ടി പ്രസന്റ് ചെയ്യാൻ താങ്കൾക്ക് പറ്റുന്നു എന്നുള്ളത് ശരിക്കും ഒരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. അതെയോ? വളരെ സന്തോഷം, നല്ല കോംപ്ലിമെന്റ് ആണ്. പിന്നെ
അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം താങ്കൾ ചെയ്ത പാട്ടുകളാണ് ഈ ഗസൽ ഇതില് നിലവിലെ അവതരിപ്പിക്കുന്നത് കൂടുതലും. അതെ. അപ്പൊ അത് വേറെ ആൾക്കാർ ചെയ്ത ഗസൽ പാട്ടുകളും കൂടെ ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതായത് പുതിയ ലിറിക്സ് ആണോ ഉദ്ദേശിക്കുന്നത്, അതേ പഴയ പാട്ടുകൾ കൂടി എന്നാണോ ഉദ്ദേശിക്കുന്നത്? പഴയ ഗസൽ സോങ്സ് ഇല്ലേ, ഗസൽ ഏതെങ്കിലും ഒക്കെ ഉള്ള അതും കൂടെ താങ്കളുടെ ഇതിലോട്ട് ഉൾപ്പെടുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങളുടെ കോളുകളെ നമ്മൾ വെറും കോളുകളായിട്ട് മാത്രമല്ല, അതിൽ നിന്നുള്ള ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആരോഗ്യകരമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. താങ്കളുടെ പ്രോഗ്രാം വളരെ നന്നായിരിക്കുന്നു. വളരെ സന്തോഷം. ഇംപ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ. പിന്നെ താങ്കളുടെ പിന്നെ പാടുന്ന നിങ്ങൾ നേരത്തെ ഇറക്കിയ മെലഡി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് താങ്കൾ പാടുമ്പോൾ ഒരു ഗസൽ രീതിയിൽ പാടുമ്പോൾ വളരെ ടച്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓ, താങ്ക് യു. നല്ല വളരെ സന്തോഷം. ഒരുപക്ഷെ താങ്കൾ ആ പിന്നെ കേസ് ഇറക്കിയ സമയത്ത് ഒരു യേശുദാസിനെ കൊണ്ട് പാടിയെങ്കിൽ ഒരു കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. ആഗ്രഹം പലപ്പോഴും ആഗ്രഹം മാത്രമായിട്ട് അവശേഷിക്കാറുണ്ട്. എങ്കിലും ഭാവിയിൽ അതിനൊരു സാധ്യത തള്ളിക്കളയുന്നില്ല കേട്ടോ. എല്ലാ ആശംസകളും നേരുന്നു. വളരെ സന്തോഷം. തുടർച്ചയായ 2 ആഴ്ചകൾ വിളിച്ചതിൽ ഒരു പ്രത്യേക സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു. തരിച്ച വിരലിൻ തുമ്പിൽ ഇനി എന്ന സ്പന്ദന പുണ്യം. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഗായകൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ തന്നെ എൻ്റെ പുണ്യം ആയിട്ട് ഞാൻ കാണുന്ന ആളാണ്. തരിച്ച വിരലിൻ തുമ്പിൽ ഇനി എന്ന സ്പന്ദന പുണ്യം. ഇങ്ങനെ എഴുതി വെച്ചാൽ ഇങ്ങനെ അല്ലാതെ എങ്ങനെ ഈണം നൽകും? തരിച്ച വിരലിൻ തുമ്പിൽ ഇനി എന്ന സ്പന്ദന പുണ്യം. മനസ്സു നിറയെ മൗനരാഗങ്ങൾ എന്നും കൊതിക്കാൻ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, പ്രണയം എന്ന് പറയുന്നത് കുറേ കൊതികളുടെ സമ്മേളനം കൂടിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ പറയുകയാണ്. ഒരുപാട് കൊതികളാണ് പ്രണയത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും. ഒന്ന് കാണാൻ കൊതി, പിന്നെ ഒന്ന് തൊടാൻ കൊതി, പിന്നെ ഒന്ന് മിണ്ടാൻ കൊതി. ഇങ്ങനെ കൊതികൾ പല ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പ്രണയം എന്നും കൊതികൾ, തീരാത്ത കൊതികളാണ് പ്രണയം. ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, കോൾ കട്ടായി. തരിച്ച വിരലിൻ തുമ്പിൽ തരിച്ച വിരലിൻ തുമ്പിൽ ഇനി എന്ന സ്പന്ദന പുണ്യം. മനസ്സു നിറയെ എന്നും കൊതിക്കാൻ. എന്നും കൊതിക്കാൻ സ്നേഹവീണതൻ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? കേട്ടില്ല, പേര് പറയൂ. ഹർഷരാജ്. ഹർഷരാജ്, നമസ്കാരം. ഹർഷരാജ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം. ഗസൽ നിലാവ് കാണാറുണ്ടോ? പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, സ്ഥിരമായിട്ട് കാണാറുണ്ടോ? സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് പ്രോഗ്രാം? നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. അതെയോ? ഇങ്ങനെ മലയാളം ഗസലുകൾ എന്ന പരിപാടി കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ഇതൊരു വേറിട്ട പ്രോഗ്രാമായിട്ട് തോന്നുന്നു. വളരെ സന്തോഷം. ആഹാ, ഇത്
കാണാൻ അവിചാരിതമായിട്ട് ഈ പറയൂ. അതെ, ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെയോ? വന്നിട്ടുണ്ട്. ആഹാ. എന്നിട്ട് എന്തുകൊണ്ട് വിളിക്കാൻ വിളിക്കാൻ താമസിച്ചു ഹർഷരാജ്? ആദ്യം മുതലേ കേൾക്കുകയാണെങ്കിൽ അതെയോ? പലപ്പോഴും വിളിക്കുമ്പോൾ കിട്ടാറുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അഭിപ്രായം പറയാനുള്ള തുറന്ന വേദി കൂടിയാണ്. അതെ, മാഷിന്റെ സൗണ്ടിനേക്കാൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്ന് കുറച്ചാൽ വോക്കൽ വോയിസ് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ആണോ? തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും സ്ഥിരമായിട്ട് കാണുന്നു എന്നറിഞ്ഞാലും പല പ്രാവശ്യം വിളിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. എന്നിട്ട് വീണ്ടും മടങ്ങിപ്പോകാതെ അല്ലെങ്കിൽ പിൻവാങ്ങാതെ വീണ്ടും വിളിച്ചതിൽ അതിയായ സന്തോഷം. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. തരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന സ്പന്ദന പുണ്യം മനസ്സു നിറയെ മൗനമേഘങ്ങൾ എന്നും കൊതിക്കാൻ സ്നേഹവീണ തൻ ശ്രുതിയിലുതിരും പുതിയൊരീണം എന്നും കൊതിക്കാൻ സ്നേഹവീണ തൻ ശ്രുതിയിലുതിരും പുതിയൊരീണം പ്രാണവീണ തന്നോവും തന്തികൾ നാദമിനിയുമുണർത്തുമോ ചേർത്ത് പാടാം. പ്രാണവീണ തന്നോവും തന്തികൾ നാദമിനിയുമുണർത്തുമോ പ്രാണവീണ തന്നോവും തന്തികൾ നാദമിനിയുമുണർത്തുമോ ശ്രുതിയും താളവും പെയ്തൊഴിഞ്ഞൊരു ഓർമ്മയിൽ പഴയൊരീണം പഴയൊരീണം നിശബ്ദ തീരത്തിനക്കലെ പോയ കാലപ്രവാഹം നിശബ്ദ തീരത്തിനക്കലെ പോയ കാലപ്രവാഹം മനസ്സു നിറയെ മൗനമേഘങ്ങൾ മോഹം വിടർത്താൻ കിനാക്കളില്ല ഉള്ളിലമൃതം പൊഴിക്കാൻ വസന്തമില്ല
തരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന സ്പന്ദന പുണ്യം. തരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന സ്പന്ദന പുണ്യം. മനസ്സു നിറയെ മൗനരാഗങ്ങൾ, മനസ്സു നിറയെ മൗനരാഗങ്ങൾ. എന്നും കൊതിക്കാൻ സ്നേഹവീണതൻ ശ്രുതിയിലുതിരും പുതിയൊരീണം. ഗസലിൻ്റെ ഒരു പുതിയ ഈണവുമായി നാളെ വീണ്ടും രാത്രി 9 മണി മുതൽ 10 മണി വരെ കാണും വരെ എല്ലാവർക്കും ശുഭരാത്രി, സുഖരാത്രി. നന്ദി, നമസ്കാരം.